ഹായ് ഓൾ. കേരള ബാങ്ക് OA എക്സാം ഒക്ടോബർ മാസത്തിൽ എത്തുകയും അപ്പം ഇതിൻ്റെ സിലബസ് പ്രധാനപ്പെട്ടതായിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സിലബസിനതിൽ ഫസ്റ്റ് പൊതുവിജ്ഞാനം 40 മാർക്ക് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. എന്താണ് ഇതിനകത്തിൽ നമ്മൾ പഠിക്കേണ്ടത്? ഹിസ്റ്ററി പഠിക്കണം, ജോഗ്രഫി പഠിക്കണം, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം, അങ്ങനെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഈ 40 മാർക്കിൽ വരുന്നുണ്ട്. ദെൻ നമ്മുടെ കറണ്ട് അഫേഴ്സ് 20 മാർക്ക്, ദെൻ സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, മാത്സ് 20 മാർക്ക്. അപ്പോൾ ഈ സിലബസ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത സിലബസ്. ബുദ്ധിമുട്ടില്ല എന്നല്ല, PSCയുടെ മറ്റ് സിലബസുകൾ ഡിഗ്രി നിലവാരത്തിലുള്ള സിലബസിനെയൊക്കെ അപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ LDC പോലെയുള്ള സിലബസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ലെങ്ത് കുറവാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോമ്പറ്റീഷൻ നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ സിലബസിൽ ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഫുൾ കാര്യങ്ങളും പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പൊതുവിജ്ഞാനം 40 മാർക്ക്. ഇതിനകത്തിൽ നിങ്ങൾ ഒഴിച്ചു കൂടാൻ പറ്റാത്തത്, അതായത് നമ്മൾക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത്, നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുന്നവർ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഒന്ന്, ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഗാന്ധിജിയും സമരങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 1915 ഗാന്ധിജി ഇവിടെ വന്നിട്ട് 1947 വരെയുള്ള ഗാന്ധിജിയും സമരവും, ഈ കാലയളവ് ഹിസ്റ്ററി നല്ല രീതിയിൽ പഠിക്കണം. രണ്ടാമത് അതുപോലെ തന്നെയാണ് നമ്മുടെ നവോത്ഥാന നായകന്മാർ, വെരി വെരി ഇമ്പോർട്ടൻ്റ്. അത് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, വൈകുണ്ഠ സ്വാമി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. അവർ പഠിക്കുക മാത്രമല്ല, അവരുടെ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ ഇവരുണ്ടാക്കിയ, അതും നമ്മൾ അറിഞ്ഞിരിക്കണം. വളരെ നല്ല രീതിയിൽ അതിനെപ്പറ്റി ഒരു അറിവ്, അതായത് ശ്രീനാരായണ ഗുരു, SNDP, അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, അത് സ്ഥാപിച്ച വർഷം, അവരുടെ പ്രധാന കൃതികൾ, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ജോഗ്രഫിയിലേക്ക് വന്നാൽ, ഞാൻ പറഞ്ഞു ആദ്യം പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് പറയുന്നത്. ജോഗ്രഫിയിലേക്ക് വന്നാൽ അന്തരീക്ഷത്തിന് 4 പാളികൾ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അങ്ങനെ പറഞ്ഞിട്ട് അന്തരീക്ഷത്തിന് നമുക്ക് 4 പാളികളുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു 4 അയണോസ്ഫിയർ, ഇങ്ങനെ 4 പാളികൾ അന്തരീക്ഷത്തിൻ്റെ പഠിക്കുക. അല്ല അതിൽ നമ്മുടെ വിമാനങ്ങൾ അല്ലെങ്കിൽ ഓസോൺ പാളി കാണുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ ഉൽക്കാപതനം നടക്കുന്ന അന്തരീക്ഷത്തിൻ്റെ പാളി ഏത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. നദികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിമാലയൻ നദികൾ, സിന്ധു, ഗംഗ, അങ്ങനെയുള്ള ഹിമാലയൻ നദികളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുക. അതേപോലെ നമ്മുടെ പെരിയാർ, ഭാരതപ്പുഴ, ഇതിൻ്റെ നീളവും അത് പതിക്കുന്നത് എവിടെയാണ്, ഓർജിൻ ചെയ്യുന്നത് എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ദെൻ നമ്മുടെ ഭൂരൂപങ്ങൾ, ഉത്തര മഹാസമുദ്രത്തിൽ നിന്ന് എപ്പോഴും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജോഗ്രഫിയിൽ ആദ്യം തന്നെ പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ ബന്ധപ്പെട്ട് ഭരണഘടനാ നിർമ്മാണ സഭ, മൗലിക അവകാശം, മൗലിക കടമകൾ, നിർദ്ദേശക തത്വങ്ങൾ, റിട്ടുകൾ, ഇതൊക്കെ കടമെടുത്തിരിക്കുന്ന രാജ്യം പഠിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ ഫോം ചെയ്ത വർഷം, അതിൽ എത്ര അംഗങ്ങളുണ്ട്, അംഗങ്ങളുടെ കാലാവധി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ കറണ്ട് അഫെയർ വന്നു കഴിഞ്ഞാൽ 2023 ഫുൾ കറണ്ട് അഫെയർ, 2024 സെപ്റ്റംബർ വരെയുള്ള കറണ്ട് അഫെയർ, ഒക്ടോബറിലല്ലേ പരീക്ഷ, അപ്പോൾ സെപ്റ്റംബർ വരെയുള്ള കറണ്ട് അഫെയർ പഠിക്കണം. 2022 ഒക്കെ നോക്കുമ്പോൾ നമ്മൾ അവാർഡുകൾ പഠിക്കത്തില്ല, അപ്പോൾ 2 വർഷത്തെ കൂടെ ചേർത്തിട്ടേ അവാർഡുകളും കൂടെ പഠിക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ കറണ്ട് അഫെയർസിൻ്റെ പിന്നെ നമ്മൾ പിന്നെ വരുന്ന സയൻസിലേക്കാണ്. അപ്പോൾ കെമിസ്ട്രിയിലും ആറ്റം, ഹൈഡ്രജൻ, ഓക്സിജൻ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പിന്നെ തിയറികൾ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ കണ്ടുപിടിച്ചവർ, അവരുടെ ഓരോ മോഡലുകളും, അതൊക്കെ നമ്മൾ പഠിക്കണം. ദെൻ അതുപോലെ ഫിസിക്സിലെ ചലനം, ശബ്ദം ഇമ്പോർട്ടൻ്റ് ആണ്. ബയോളജിയിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസ്, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, രോഗങ്ങൾ, രോഗകാരികൾ, അതിൻ്റെ ടെസ്റ്റുകൾ, ഇതൊക്കെ ബയോളജിയിൽ വരും. പിന്നെ പദ്ധതികൾ പഠിക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, പഴയ പദ്ധതികൾ മാത്രമല്ല, അടുത്ത കാലത്തായിട്ട് വന്നിരിക്കുന്ന എല്ലാ പദ്ധതികളും നമ്മൾ പഠിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് സിലബസിൽ ആദ്യം പഠിക്കേണ്ട ടോപ്പിക്കിൽ. പക്ഷേ സിലബസ് ഫുൾ കവർ ചെയ്യണം, കാരണം നല്ല കോമ്പറ്റീഷനുള്ള ഒരു എക്സാം തന്നെയാണ്. എക്സാം ഒക്ടോബറിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഈ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങാൻ നല്ലൊരു സപ്പോർട്ട് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അഡാ 24/7 മലയാളം ഇതിൻ്റെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നേരെ ഗൂഗിളിൽ പോയിട്ട് അഡാ 24/7 മലയാളം കൊടുക്കുക. ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റ് ലിങ്കാണ്. അവിടെ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് പോകുമ്പോൾ കാണാം കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റിന്റെ ബാച്ച്, OAയുടെ ബാച്ച്. അപ്പോൾ ഇതിനകത്ത് ഈ ബാച്ചിലാണ് നമ്മൾ ഓൾറെഡി 247 ടെസ്റ്റ് സീരീസും 11 ഇ ബുക്കും ആഡ് ചെയ്തിട്ടുണ്ട്.
അതായത് നിങ്ങൾക്ക് മാക്സിമം പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും മെറ്റീരിയൽസും എല്ലാം ഇവിടെ ഉണ്ട്. ദെൻ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ലൈവാണ്. ലൈവ് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റ് ഉണ്ട്, റിവിഷൻ ഉണ്ട്, മെൻ്റർ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ബൈ നൗ കൊടുത്തേ. ബൈ നൗ കൊടുക്കുമ്പോൾ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും. Y362 Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കണം. അപ്പോൾ ദാ കോഴ്സ് ഫീ 1287 രൂപ മാത്രമേ ഇതിൻ്റെ പ്രൈസ് ഉള്ളൂ. ഇത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ഓഫറാണ്. 27% ഡിസ്കൗണ്ട്. ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെൻറ്റ് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. കോഴ്സ് പർച്ചേസ് ചെയ്തതിന് ശേഷം കോഴ്സ് കാണാനായിട്ട് നേരെ നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിലേക്ക് പോവുക. അവിടെ അഡ 24/7 എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇൻസ്റ്റാൾ ചെയ്തേ. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം രണ്ടാമത് സ്റ്റേറ്റ് എക്സാം കാണും, മൂന്നാമത് കേരള. അത് ക്ലിക്ക് ചെയ്ത് പേരും ഫോൺ നമ്പറും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് ഈ മൈ കോണ്ടന്റിലുണ്ട്, അതിൽ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയത്തിനുള്ളിൽ സിലബസ് പൂർണ്ണമായിട്ട് കവർ ചെയ്യാൻ പറ്റും. ലൈവ് ക്ലാസ്സിലൊക്കെ വരികയാണെങ്കിൽ ടെലഗ്രാം ചാനലുണ്ട്, മെറ്റീരിയലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു നിങ്ങൾ നമ്മുടെ ലൈവ് ക്ലാസ്സിലാണെങ്കിൽ അധ്യാപകരോട് നമുക്ക് അപ്പോൾ തന്നെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയൊക്കെ ഉള്ളൊരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്കൊന്ന് എഫേർട്ട് എടുക്കാൻ, ദാറ്റ് ഈസ് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ജോയിൻ ചെയ്തോ തീർച്ചയായിട്ടും. ഇത് ഇങ്ങനെയൊക്കെയുള്ള എക്സാമുകൾ, ഇപ്പോൾ LGS, അതുപോലെ ഓഫീസ് അറ്റൻഡൻറ്റ്, ഹൈക്കോർട്ട്, ഇങ്ങനെയൊക്കെയുള്ള എക്സാമുകൾ എന്നുള്ള പ്രയോജനം എന്താ വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. പക്ഷേ ഡിഗ്രിക്കാരൊന്നും ഈ ഒരു എക്സാമിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഇങ്ങനെയുള്ള ഇപ്പോൾ LGS എക്സാം ആണെങ്കിലും ഹൈക്കോർട്ട് ആണെങ്കിലും ഡിഗ്രിക്കാരില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വലിയ ഹൈ ലെവലിലും ആകില്ല, ലോ ലെവലിലും അല്ല, ഒരു മീഡിയം ലെവൽ ചോദ്യങ്ങൾ, അതായത് നമ്മളെ കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും. സോ അപ്പോൾ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. നമ്മുടെ ചാനൽ അഡ 24/7 മലയാളം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിലും മോട്ടിവേഷൻ സെഷൻ ആണെങ്കിലും കോണ്ടന്റ് ഒക്കെ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. സോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കണം. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്